ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരു റിലേഷനും അതിൽ ആ ഉരുൾപൊട്ടലിൽ പെട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. ഓലെ വീടൊന്നും അവിടെ ഇല്ലാതെ ആകെ തകർന്ന് അവിടെ ഒന്നുമില്ലാതെ അങ്ങായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ പേരെന്താ വെച്ചാൽ ഓളെയും ഞങ്ങളെ അതിൻ്റെ ഓളെ മകനെയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മോളും ഓളെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഓൻ്റെ പെങ്ങളും കൂടി ഉണ്ട്. മൂന്നാളഞ്ഞി ഞങ്ങളതിൽ കിട്ടാനാണ് കേട്ടോ. ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഉപ്പയൊക്കെ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി, ഹോസ്പിറ്റലിലേക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്ന് രാവിലെ വിളിച്ച് നോക്കിയപ്പോൾ കിട്ടിയ വിവരം അത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം റഹ്മാനെ. ഈ ഉരുൾപൊട്ടലിൽ ഇനിയും എത്രയോ ജീവനുകൾ കിട്ടാനാണ്. മണ്ണിനടിയിൽ പെട്ടിട്ടെല്ലാം കിടക്കും. നമുക്ക് പോവാൻ ഞാൻ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിട്ട്, എല്ലാവരും ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് ആളുകൾ. അപ്പോൾ എന്തായി എന്നറിയാൻ കുറേ ആൾക്കാർ വിളിച്ചെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ ഒരു മോളെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, ഒരു ഉമ്മാനെ കിട്ടാനുണ്ട്, ഒരു പെങ്ങളെല്ലാം കിട്ടാനുണ്ട് കേട്ടോ. ഓളെ ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടോ. എന്തായാലും ഞങ്ങളെന്തായാലും 2 മാസം മുന്നേ പോയി അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ നല്ല അവിടെ ഓലെ ഉമ്മാനെ കാണാൻ പോയപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കണ്ട് നല്ല സംസാരിച്ച് ഞങ്ങളെ കൂടെ തന്നെ കാറിൽ ഓളെ കുട്ടിയെല്ലാം പോകുന്നതേനു കേട്ടോ. ഓള് അമ്മാൻ്റെ ഫോൺ റെഡിയാക്കാനാണെന്നെല്ലാം പറഞ്ഞു. കാരണം അത്രയും അടുപ്പുണ്ട്. ഞാൻ ഇതിൽ ഓള് പെട്ടുപോയാണെങ്കിൽ ഞാൻ എൻ്റെ കാലെല്ലാം തരിച്ചിങ്ങനെ കയറിപ്പോകുന്നു. എനിക്ക് എന്തെല്ലോ ആയിപ്പോയി. കാരണം നല്ല നമ്മൾ ചെന്നാലും നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോളാണ് കേട്ടോ. അത് ഉണ്ടാത്ത കേടോ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരോടും ഒരു പോലെ സംസാരിച്ചിട്ട് നല്ലൊരു സ്നേഹമുള്ള മക്കളാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കഴിഞ്ഞാൽ അവരെ മോളെയും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് അതൊന്ന് ഷെയർ ചെയ്യാൻ എഴുതിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ അതിൽ പെട്ട് പോയി. ഇനി എത്ര ജീവനുകൾ കിട്ടാൻ കുറേ മണ്ണിനടിയിൽ പെട്ടിട്ട് പോയിട്ടുണ്ട്. ആ ഒരു വീട് കാണാൻ തന്നെ അല്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ടെല്ലാം പോകും. ആകെ ഒന്നുമില്ലാതെ ആയിപ്പോയിട്ടുണ്ട് അവിടെ എന്നുള്ളത്. അവളാണ് ഇപ്പോൾ വേറെ മാറി ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ സ്ഥലമെല്ലാം ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോരാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യാനില്ല, യോഗമൊന്നുമില്ല. അവൾ കുറേ റിസ്ക് എടുത്ത് സ്ഥലമെല്ലാം വാങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാഞ്ഞത്. അതിൻ്റെ മുന്നേ തന്നെ പടച്ച റബ്ബ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്ത് ചെയ്യാനാ. അപ്പം ഇനിയിപ്പോൾ കൂടുതലെന്ന് പറയാം. ഞാൻ മക്കൾക്ക് സുഖമില്ല, അവർക്ക് ചെവി വേദനയൊക്കെ ഇന്നലെ. അപ്പോൾ ഓനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോകാൻ നിൽക്കുക. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തന്നിട്ട് പോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നു, വിളിച്ചെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അവരെ കിട്ടിയിട്ടുണ്ട്, മോനെയും കിട്ടി. അവരെ കബറടക്കം ചെയ്തു കേട്ടോ. ഇന്നലെ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനി മോളെ കിട്ടി ഞാൻ വിവരം കിട്ടിയാൽ നിങ്ങളെ ഇത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം. എന്തായാലും വേണ്ട എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അവൾക്കും മോനിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.